സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിസാക്ഷാത് ഗുരുഭവനപുരേഹം ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 48-ാമത്തെ ദശകം കഴിഞ്ഞു. അടുത്തത് 49 വൃന്ദാവന പ്രവേശം, വൃന്ദാവനത്തിലേക്ക് പോവണ ചരിത്രങ്ങളാണ്. ഭഗവാന്റെ ലീലകളെ ചിലർ 4ആയിട്ടും ചിലർ 3ആയിട്ടും ചിലർ 5ആയിട്ടൊക്കെ വിഭജിക്കും. അതിലത്തെ ഒരു ഘട്ടപ്പം കഴിഞ്ഞു എന്നാണ് ഗോകുലം, 2ാമത്തെ ഘട്ടമാണ് വൃന്ദാവനം, 3ാമത്തെ ഘട്ടമാണ് മധുര, 4ാമത്തെ ഘട്ടമാണ് ദ്വാരക. രുക്മിണി സ്വയംവരാദികളൊക്കെ അവിടെയാണ്. 5ാമത്തെ ഘട്ടമാണ് അതിലും അപ്പുറത്ത് ദ്വാരക കഴിഞ്ഞിട്ട് കുറച്ച് രംഗങ്ങൾ എന്നാണ്. ദ്വാരകയുടെ അവസാന ഘട്ടമാണ് കേട്ടോ, ദ്വാരക കഴിയുന്നില്ല. ഇവിടെ ഏതായാലും 2ാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് വൃന്ദാവനം. ഉപേന്ദ്രവജ്ര എന്ന വൃത്തം. ഭവത്പ്രഭാവാവിദുരാഹി ഗോപ തരുപ്രഭാതാധികമത്ര ഗോഷ്ടേ അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിധേനു. ഭവത്പ്രഭാവ അവിദുര. ഗുരുവായൂരപ്പ, അങ്ങയുടെ മഹാത്മ്യം ഉണ്ടോ എല്ലാവർക്കും അറിയണു? ഇപ്പോഴും ഇല്ലേ അതിൻ്റെ മഹത്വം അറിയാതെ പെരുമാറണവരെ? ഒക്കെ കിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മളറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ ആൾ ഗുരുവായൂരപ്പനെ നിന്ദിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ താമസം വിനാ അതിൻ്റെ ബലം കിട്ടും. അപ്പം ഇവിടെ ചില ആൾക്കാർക്ക് ആ ഭഗവാനെ മുഴുവൻ അറിയില്ല. ഇതൊക്കെ ഭഗവാന്റെ ലീലകളാണ് എന്നറിയാതെ ഞാൻ തന്നെ ഉണ്ടാക്കണതല്ലേ ഇതൊക്കെ. വൃക്ഷങ്ങൾ വീഴണം, ആര് ചിന്തിച്ചു? ഭഗവാൻ ചിന്തിച്ചു. പൂതന വരണം, ആര് ചിന്തിച്ചു? ഭഗവാൻ ചിന്തിച്ചുകൊണ്ടല്ലേ അവൾക്ക് അവിടെ വരാൻ സാധിച്ചത്. ഒക്കെ അതറിഞ്ഞില്ല. ഇതൊക്കെ ഈശ്വര പ്രേരണയാണ് എന്നറിയാതെ ഇവർ ഭവത്പ്രഭാവ അവിദുര, അറിയാതെ കണ്ട്, ഗോപാഹ ഗോപന്മാർ ഇതെല്ലാം കണ്ടു. ഏതെല്ലാം കണ്ടു? തരുപ്രഭാതാധികം, വൃക്ഷം വീഴൽ. ഇപ്പം 2 വൃക്ഷം വീഴലാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായത്. അതിന് മുമ്പ് പൂതനാവധം, ശകടാസുരവഞ്ചനം, ഋണാവർത്തവധം ഒക്കെ ഉണ്ടായി ഇല്ലേ? ഒക്കെ അപകടങ്ങളാണ് ശരിക്കും നോക്കുക വെച്ചാൽ. കുട്ടിക്കൊന്നും പറ്റാത്തത് ഭാഗ്യം എന്ന് വിചാരിച്ചിട്ട് അവരിയ്ക്കുക. ഇതെല്ലാം ഭഗവാനാൽ പ്രേരിക്കപ്പെട്ടതാണ് എന്നും ഭഗവാന് യാതൊന്നും സംഭവിക്കില്ല എന്നും ഉണ്ടോ ഇവർക്ക് അറിയണു? ഒന്നും അറിയാനുള്ള ബുദ്ധിയില്ല. അവർ മായയാണ്. കൃഷ്ണനൊരു സാധാരണക്കാരനായിട്ടേ അവർ അപ്പോൾ കണ്ടിട്ടുള്ളൂ. പിന്നീടൊക്കെയാണ് മനസ്സിലാവണത് ഇത് അങ്ങനെ ഒരു ഉണ്ണിയൊന്നും അല്ല എന്ന്. ഇപ്പോൾ പറയണ ഭവത്പ്രഭാതാ തരുപ്രഭാതാധികം അത്ര ഗോഷ്ടേ. ഗോഷ്ടം ഗോകുലം, പശുക്കളെ വളർത്തുന്നതാണ് ഗോഷ്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു താവളം ആണ് ഗോഷ്ടം. ഗോകുലം പശുക്കളെ വളർത്തുന്ന അവിടെ ഉണ്ടായ വൃക്ഷങ്ങൾ വീഴുക മുതലായ ഉത്പാദങ്ങൾ, വൃക്ഷം വീഴുക മുതലായ അപകട സംഗതികൾ കണ്ടിട്ട് അഹേതും ഉത്പാദഗണം വിശങ്ക്യ. ഉത്പാദം അപകടം, ദുർനിമിത്തങ്ങൾ എന്ന് പറയാം. ഈ ദുശ്ശകുനങ്ങൾ ഇനിയും ഉണ്ടാകുമോ എന്ന് ശങ്കിച്ച് ആ സ്ഥലം വിട്ടുപോയാലോ എന്ന് ചിന്തിച്ചു. നമ്മളങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അടിക്കടി അപകടം വന്നാൽ എന്താ ഉണ്ടാവുക? ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, എന്തെങ്കിലും ഇവിടുന്ന് പോവുക, അല്ല കേട് തീർക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ ചിന്തിക്കുക. ചില കേട് തീരില്ല കേട്ടോ, ചില കേട് തീരില്ല. വാസ്തു നോക്കിയിട്ടും തലദോഷം നോക്കിയിട്ട് തീരാത്ത സ്ഥലങ്ങളുണ്ട്. എന്താണെന്ന് മുഴുവൻ പറയാൻ നമുക്കറിയില്ല.
അവിടുന്ന് വിട്ട് പോവുക, ഒഴിവാക്കുക മാത്രമേ വഴിയുള്ളൂ. വേറെ ആളുടെ മണ്ടയ്ക്ക് വയ്ക്കുക, അപ്പോൾ അവരനുഭവിക്കില്ലേ എന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നുമില്ല. അങ്ങനെ അല്ലാണ്ട് അപ്പോൾ അത് മുഴുവൻ വെറുതെ കൊടുക്കാൻ പറ്റുമോ വേറെ ആൾക്ക്? അപ്പോൾ ചില സ്ഥലങ്ങൾ ഉപേക്ഷിക്കേ വഴിയുള്ളൂ. എന്ത് കാട്ടിയാലും നേരെയാവില്ല. ചിലത് നേരെ ആവണതുണ്ട്, ചിലത് സ്വതവേ കേടില്ലാത്തതും ഉണ്ട്, ഇല്ലേ? 3 തരത്തിലുണ്ട്. ഇപ്പം ഇവിടെ പ്രയാതുമന്യത്ര മനോവിധേനു, മറ്റൊരു സ്ഥലത്തേക്ക് പോയാലോ എന്ന് ചിന്തിച്ചു. അന്യത്ര പ്രയാതും, മറ്റൊരിടത്തേക്ക് പോവാൻ മനസ്സിനെ പാകപ്പെടുത്തി. നീ ഇവിടെ നിൽക്കണ്ട. ഭവത് പ്രഭാവ അവിതുര എന്നാണ് കേട്ടോ, വിതുരയില്ല, പ്രഭാവയുടെ ദീർഘമുണ്ട്. അവിതുര, വിതുര എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട്, അവിതുര എന്ന് പറഞ്ഞാൽ അറിയാതെ, നെഗറ്റീവാണ്. അവിതുര ഹി ഗോപ, അല്ലോ എന്നൊക്കെ പറയണ അവ്യയമാണ്. ഹീക്ക് എന്തർത്ഥം വേണമെങ്കിലും പറയാം, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഹി ച വാ ഒക്കെയുള്ള ചില അവ്യയങ്ങളുണ്ട്. എന്തർത്ഥം ചോദിക്കുക, യോജിക്കുക വെച്ചാൽ അവിടെ പറയാം, അക്ഷരം തയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ. ഭവത് പ്രഭാവ അവിതുരാ ഹി ഗോപ തരുപ്രഭാതാധികമത്ര ഗോഷ്ടേ. മരങ്ങൾ വീഴുക, പൂതന വരിക, പിശാചി വരുത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കണം? ഇവിടുന്ന് പോവുക നല്ലത്. അഹേതും ഉത്പാദഗണം വിശങ്ക്യ, ഒരു കാരണം കൂടാതെ ഇങ്ങനെ ദുർനിമിത്തങ്ങൾ ഉണ്ടാവുക. പ്രയാതുമന്യത്ര, അന്യത്ര പ്രയാതും മനോവിധേനു, വേറൊരുത്തിലേക്ക് പോവാൻ, സ്ഥലത്തേക്ക് പോവാൻ മനസ്സിനെ പാകപ്പെടുത്തി. തത്രോപനന്ദാപിതഗോപവര്യോ ജഗോപവത് പ്രേരണ ഏവ നൂനം ഇതപ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. നാരായണീയത്തിൻ്റെ ആ ഭംഗി ഇവിടുന്ന് അങ്ങടാട്ടോ കൂടുതൽ. നല്ല ശ്ലോകങ്ങളാണ്. ഇതുവരെ ഇല്ലേ? ഇതുവരെയുണ്ട്. ഇതുവരെ മോശമൊന്നുമില്ല. എന്നാലും കുറച്ചും കൂടി ആ നാരായണീയ ഭംഗി എന്ന് പറയാൻ വേണമെങ്കിൽ അതിനായിട്ടുള്ള ചില തനതായിട്ടുള്ള പ്രയോഗങ്ങളും സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ഇനി വരാൻ പോകണം. നല്ല ഭാഗങ്ങളാണ്. ഉപനന്ദൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രായമുള്ള ഒരു ഗോപൻ, കുറച്ച് ലോകപരിചയമൊക്കെ ഉണ്ട്. ഉപനന്ദാഭിതം എന്നു പേരുള്ള തത്രോപനന്ദാഭിത ഗോപവര്യോ, അവൻ ഗോപന്മാരിൽ വെച്ച് ഒരു ശ്രേഷ്ഠനാണ്. പറഞ്ഞാൽ കാര്യം ഉണ്ടാവും എന്ന് കരുതി എല്ലാവരും അനുസരിക്കുന്ന ആളാണ്. അതാണ് ആരെ? ഉപനന്ദൻ. തത്രോപനന്ദാഭിത ഗോപവര്യോ ജഗോപവ പ്രേരണ ഏവ നൂന. അതും ഭഗവാന്റെ പ്രേരണയാണ്. വൃന്ദാവനത്തിലെത്തിയിട്ട് തനിക്ക് ചില കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കാനുണ്ട്, ഇല്ലേ? എന്തൊക്കെ കാണിക്കാൻ കിടക്കണു വൃന്ദാവനത്തിൽ? അതിനു വേണ്ടി ഒരു സന്ദർഭം ഉണ്ടാക്കിയതാണ്. നമുക്കൊക്കെ വൃന്ദാവനത്തിലേക്ക് പോവുക, എനിക്ക് അവിടെ ചില കാര്യങ്ങൾ ചെയ്യാണ്ട് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല, അത് രഹസ്യമല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഗോപന്മാർ ചിലർ നിർദ്ദേശിച്ചു. ഉപനന്ദൻ അതിന് ഒരു അവസാന രൂപം നൽകി. ചിലരൊക്കെ പറഞ്ഞു ഉപനന്ദൻ അങ്ങനെ ആവാം, അങ്ങനെയാണെങ്കിൽ ഏതാ നല്ലത്? ഇനി കുറച്ചും കൂടി അപകടമുള്ള സ്ഥലത്ത് പോയി പെട്ടിട്ട് കാര്യമുണ്ടോ? അതില്ല. കുറേയും കൂടി നല്ലൊരു സ്ഥലത്തേക്ക് ആയിക്കോട്ടെ പോക്ക്. ഇതപ്രതീച്യാം വിപിനം മനോജ്ഞം. പ്രതീച്യാം പടിഞ്ഞാറ്, ഉദീച്യാം കിഴക്ക്, പ്രാച്യാം പ്രതീച്യാം, ഓരോ ദിക്കുകൾക്ക് ഓരോ പേരാണ്. ദക്ഷിണം ദിക്ക് എന്ന് പറഞ്ഞാൽ തെക്ക്, ഉത്തര ദിക്ക് എന്ന് പറഞ്ഞാൽ വടക്ക്, പ്രതീച്യാം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. ഈ ഗോകുലത്തിൻ്റെ ഏതാനും പടിഞ്ഞാറാണ് വൃന്ദാവനം എന്നാണ്. മനോജ്ഞം വിപിനം, മനോഹരമായിട്ടുള്ള കാടാണ്. പക്ഷികൾ, മൃഗങ്ങൾ, പുഷ്പങ്ങൾ, ധാരാളം ചെടികൾ, ഇല്ലേ? കാളിന്തി നദി, ഇതിനെപ്പറ്റി വർണ്ണിക്കാൻ പോകുന്നുണ്ട്, ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. നല്ല നദികൾ, തെളിഞ്ഞ വെള്ളമുള്ളത്, അങ്ങനെയുള്ള കുളിർമയുള്ള ഇതപ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. വൃന്ദാവനം എന്ന പേരുള്ള ശോഭിക്കുന്ന ഒരു സ്ഥലമുണ്ട്. വിരാജതീതി, ശോഭിക്കുന്ന വൃന്ദാവനം എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക്, വിപിനം മനോജ്ഞം, ആ വിപിനത്തിലേക്ക് നമുക്ക് പോവാം എന്ന് ഉപനന്ദൻ നിർദ്ദേശിച്ചു. തത്രോപനന്ദ, ഉപനന്ദൻ എന്ന് കൂട്ടി വായിക്കുമ്പോൾ തത്രോപനന്ദാഭിത ഗോപവര്യോ, അങ്ങനെയുള്ള ഗോപവര്യൻ ജഗോജ ഭവത് പ്രേരണ ഏവ നൂനം,
ഭഗവാനെ, അങ്ങയുടെ പ്രേരണ നിമിത്തം ഇതപ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. വൃന്ദാവനം എന്നു പേരുള്ള മനോഹരമായ കാട്ടിലേക്ക് പോകാം എന്ന് അവരോട് നിർദ്ദേശിച്ചു. ജഗൗ പറഞ്ഞു. അല്ലേ, ഓരോരോ ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ ഇനി എന്താ പറയാൻ പോണ്, അല്ലേ, നമ്മുടെ ആകാംക്ഷയെ തട്ടി ഉണർത്തുന്ന വിധത്തിലാണ് ഭട്ടതിരിപ്പാടിൻ്റെ ശ്ലോകങ്ങളെ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.